ഇവിടെ ഒരു അത്ഭുത അടപ്പുണ്ടെന്നാണ് നൗഫൽ പറയുന്നത്. അടപ്പല്ല അടുപ്പ്, അടപ്പല്ല അടുപ്പ്, അടുപ്പ്. വലിയ വെപ്പൊന്നുമില്ല. എന്തായാലും വൈറ്റ് കിച്ചൺ വേണമെന്നൊരു നിർബന്ധം. നമ്മള് തോന്നി അടുക്കളയിലെല്ലാം ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞ ഇവിടെ തന്നെ നിക്കാനാ ഇഷ്ടം. അഥവാ പച്ചവെള്ളം കിട്ടിയില്ലെങ്കിൽ വേഗം താളിച്ചാലോ. ഇനി ഇവിടെ എന്താ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്? ഇനി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഷെൽഫിലില്ലേ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അത് തുറന്ന് അതായത് അരി പൊടി മുതൽ എല്ലാ പൊടികളും നല്ല ഒക്കെ ഇതെല്ലാം ഇവിടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താട്ടോ. ഇത്രയും ഒരു സ്പേസിൽ എന്താ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വീടിന്റെ മൊത്തം സ്പൂണുകളാണ്. ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടി ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് വേഗം യൂസ് ചെയ്യാൻ ഈ അടുപ്പിലേക്കും പറ്റും, ആ അടുപ്പിലേക്കും പറ്റും. സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞെട്ടിയോ ഇതൊക്കെ കണ്ടിട്ട്? ഈ കിച്ചണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? പാത്രങ്ങള്. നൗഫൽ ഇത്ര നല്ലൊരു അടിപൊളി വീടൊക്കെ വെച്ച് ഒരിക്കലും 28ാമത്തെ വയസ്സിലൊക്കെ വിചാരിച്ചിട്ടില്ല. എന്താ ഒരു അഭിമാനം തോന്നില്ലേ? പിന്നെന്താ, എന്റെ മകന് അഭിമാനം തന്നെ എപ്പോഴും. ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറിയപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? സുഖം തോന്നി. സന്തോഷം. സന്തോഷമല്ല, ഇത് നമ്മുടെ ഒരാള് പോയില്ലേ. പക്ഷെ ആള് കൂടെ ഉണ്ടല്ലോ അല്ലേ? ത്രൂ ഔട്ട് ഇതിന്റെ വർക്കിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ മാത്രല്ല ഞാൻ പറയുന്നത് ഇന്ന റാണിയാക്കി. എനിക്ക് എവിടെയും പോകണ്ട, ഞാൻ കസാലയിൽ ഇതിങ്ങനെ 30 രൂപക്ക് വീട്ടു ജോലി എടുത്ത ആള് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കിച്ചണിൽ നിൽക്കണില്ലേ? അതെ. വൈദ്യുതിയോ ഇന്ധനമോ ഒന്നും തന്നെ ഇല്ലാതെ ഡയപ്പേഴ്സ്, പാമ്പേഴ്സ്, നാപ്കിൻ തുടങ്ങിയ മറ്റു പാഴ്വസ്തുക്കൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇല്ലാതാക്കാം. മേഡയിൽ ഇൻസിനറേറ്റേഴ്സ്, എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഞാൻ ഇനി കയറാൻ പോകുന്നത് ഈ വീട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അത് എന്താ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളുമാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കുറേ ഹൈഡ് ആൻഡ് സീക്ക് പരിപാടീസൊക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ഇതാണ് ഇവരുടെ കിച്ചൺ. വീട്ടിൻ്റെ വൃത്തി അറിയണമെങ്കിൽ ആ വീട്ടിലെ കിച്ചണിലും ബാത്റൂമിലും പോയി നോക്കിയാൽ മതി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ആൻഡ് ലുക്ക്, ഇത്രയും നീറ്റായിട്ടുള്ളൊരു കിച്ചൺ എൻ്റെ വീട്ടിൽ പോലും ഇല്ല. ഇത് കംപ്ലീറ്റ്ലി വൈറ്റ് കളറിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവിടെ കുറേ സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനായിട്ട് അത് കാണിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെതായ ആൾക്കാർ അത് കാണിക്കുന്നതാണല്ലോ. സോ കം. ഓക്കെ, അപ്പോൾ ഈ കിച്ചൺ മൊത്തം വൈറ്റ് ആണ്. വീടും ഓൾറെഡി വൈറ്റ് തീമാണ്. അപ്പം ആരുടെയാണ് ഇത്രയും? കാരണം വൈറ്റ് കിച്ചൺ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പൊ ആരുടെയാണ് ആ ഒരു ഐഡിയ? വൈറ്റ് കിച്ചൺ ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് ഞങ്ങള് ഇങ്ങനെ എന്താ ഐക്യയിലൊക്കെ പോയപ്പോഴും അവിടെ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോ ഇത് എന്തെങ്കിലും വീടുണ്ടാക്കുമ്പോൾ ഒരു വൈറ്റ് കിച്ചൺ വാണിച്ചിട്ട് നടക്കുകയായിരുന്നു. അപ്പൊ കൂടുതൽ ആഗ്രഹമാണ് വൈറ്റ് കിച്ചൺ. ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട് ഈ ഒരു കിച്ചണിന്റെ മൊത്തം. അത് കൊണ്ട് നടക്കണം. എങ്ങനെയാ ഇത് ഈസിയാന്ന് വിചാരിക്കണ്ടോ? ഇപ്പൊ വൈറ്റ് കളർ, ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ഞങ്ങൾ തുറപ്പെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഇതിൽ കയറാൻ എനിക്ക് പേടിയാ, ടെൻഷൻ. ഇതുമെങ്ങനെ എന്തെങ്കിലും ആവോന്നുള്ളൊരു പേടി. അതുകൊണ്ട് നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കും. കാരണം പൈസ ഇറക്കണ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മള് നേരെ വൃത്തിക്കാക്കും. ഓക്കെ, എന്താണ് ഇത് ഇങ്ങനെ ഒരു ഐഡിയ വരാനുള്ള റീസൺ? എന്തായിരുന്നു വൈറ്റ് കിച്ചൺ വേണമെന്നൊരു നിർബന്ധം? നമ്മള് തോന്നി അടുക്കളയിലെല്ലാം ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞ ഇവിടെ തന്നെ നിക്കാനാ ഇഷ്ടം. എടുക്കുമ്പോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോ നമുക്കൊരു ഇഷ്ടല്ലേ പാചകം ചെയ്യാൻ. അതിന് വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കുക്ക് ചെയ്തെന്താ?
ആഴ്ചയല്ലേ പാലാഴ്ചയല്ലേ ഫസ്റ്റ് ചെയ്യാ അല്ല ഫുഡ് ആ ഫുഡ് അതൊക്കെ ഉണ്ടാക്കാൻ പോകണുള്ളൂ. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാകില്ലൊക്കെ പുറത്തുനിന്ന് അത് കേടേറി വിളിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നും വെക്കരുത്, ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിത്തരാന്ന് നേരത്തെ എന്റെ ഉള്ളിൽ പോയി ഉണ്ടാക്കി കൊടുന്ന് ഇവിടെ വെച്ചു. അല്ല അത് നിങ്ങൾ വരല്ലേ അപ്പൊ ഇത്രയും റേഷനിൽ കാണുമ്പോ നമ്മള് വൃത്തിക്ക് അടുക്കള കാണിക്കും. ഫുഡ് ഉണ്ടാക്കുമ്പോ എന്തായാലും കഴിയൂല. ഉമ്മ ഇതെന്താ പറ സ്റ്റവിനെ കുറിച്ച് 2 വാക്ക് ഓട്ടോമാറ്റിക് ആണ്, ഇതിന് സ്വിച്ച് തന്നെ നടക്കപ്പോ. പറ. ഇതൊക്കെ അമ്മ വേണം ഇപ്പൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിട്ടോ. ഇപ്പൊക്കെ ഞാൻ നോക്കും. മനസ്സിലാക്കിയോ? എങ്ങനെ അതവിടെ മനസ്സിലാക്കി? ഓൺ ചെയ്യും. അവിടെയോ? അവിടെ ഓൺ ചെയ്താൽ അത് കത്തുള്ളൂ. ഇവിടെ തിരിക്കണ്ടേ? പിന്നെ ഇങ്ങനെ കാട്ടി അങ്ങനെ വരും. അതൊന്ന് കാട്ടാൻ മതി, അതൊന്ന് കാട്ടാൻ ഒന്ന് മതി. കാണിച്ച് അതവിടെ ഇടണേ. അത് ഇട്ടുകൊടുത്ത അതിനെ ഓണാക്ക. ഓക്കെ. എന്താ പാട്ടിനൊക്കെ അല്ലാതെ ഓണായി ഓണായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് തിരിക്കി. ഇത്രേ ഉള്ളൂ. ഇത്രയുള്ള പണി. ഇനി ഓഫാക്കിക്കോ. പേടിയാണ്. അത് ഇങ്ങോട്ട് തിരിക്കി, തിരിച്ചു പോയി ഇങ്ങോട്ട് തിരിക്കി. ഇങ്ങോട്ടോ ആ അപ്പൊ കത്ത് ചെയ്യേ. ഇങ്ങോട്ട് തിരിക്കി. ആ തിരിച്ചു കേട്ടു. ഞാൻ ഓഫ് ചെയ്താൽ തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട്. അതൊക്കെ പഠിച്ചിരിക്കുന്നു. പഠിച്ചല്ലോ. അഥവാ പച്ചവെള്ളം കിട്ടിയില്ലെങ്കിൽ വേഗം താളിച്ചാലോ. ഇവരോട് ചോദിച്ചു ആദ്യം. അപ്പോൾ ആദ്യം കാണിച്ചു തന്നു, അതൊക്കെ സമാധാനം. പിന്നെ കരണ്ടടുപ്പ് കത്തിച്ചറിഞ്ഞിരുന്നില്ല, അതും പഠിപ്പിച്ചു കൊടുത്ത്. അതായത് മെയിൻ ആയിട്ട് ഈ കിച്ചണിൽ നമ്മൾ നോക്കിയുള്ള 2 കളർ തീമാണ്. അതായത് വൈറ്റും ഉണ്ട്, അതുപോലെ ബ്ലാക്കും ഉണ്ട്, ഗോൾഡൻ പിന്നെ നോബും ഹാൻഡിലൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ നമ്മുടെ ഫ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആണ്, ഓവൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആണ്, ഇതൊക്കെ ബ്ലാക്ക് ആണ്, ഇത് ബ്ലാക്ക് ആണ്, നമ്മുടെ സിങ്ക് ബ്ലാക്ക് ആണ്, പിന്നെ അത് കേറുന്ന അതുവരെ ബ്ലാക്ക് ആണ്, ഒക്കെ ബ്ലാക്ക് ആണ്, ബാക്കിയൊക്കെ വൈറ്റും. 2 കളർ പിടിച്ചതാണ്. പിന്നെ ഇതിലിരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾ ഉപയോഗിക്കുമല്ലോ അല്ലെങ്കിൽ മറ്റേ അല്ല ഷോക്കൊന്നും അല്ല, ഇത് ഉപയോഗിക്കും. അതായത് ഇതെല്ലാം നമ്മൾ ഐക്യെന്ന് പർച്ചേസ് ചെയ്തതാണ്. ബാംഗ്ലൂർ പോയി സാധനം വാങ്ങിയാണ്, അതൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ച്. ഗ്യാസ് മണക്കുണ്ട്. പിന്നെ ഗ്യാസ് കത്തിച്ചാൽ പിന്നെ അത്ര മണക്കില്ലല്ലോ പുറത്തുനിന്ന്. ആണോ? ഓക്കെ. ഇവിടെ ഒരു അത്ഭുത അടപ്പുണ്ടെന്നാണ് നൗഫൽ പറയുന്നത്. അടപ്പല്ല അടുപ്പ്. അടപ്പല്ല അടുപ്പ്. അടുപ്പ് വലിയ വെപ്പ് നീയൊന്നും ഇല്ല, ഒക്കെ പുറത്തുനിന്ന് ഇരിക്കുവേ. ഇല്ല പറഞ്ഞു. പിന്നെ ഉമ്മ വാടക വെച്ചിട്ടാക്കി കൊടുക്കണ്ടാവേ. അല്ല ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മള് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിപ്പോ കുറെ സാധനങ്ങൾ വെച്ച് കിടക്കുന്നുണ്ട്, ഇതൊക്കെ ഒഴിവാക്കിയാലേ അത് പറയാൻ പറ്റുള്ളൂ. എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ അടുപ്പില് ഇതില് നമ്മള് വിറകിടുന്ന സ്ഥലം, ഓക്കെ, അതിനൊരു അടപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെക്കുക. അതൊരു ഓവൻ, നല്ല അടിപൊളി ഷേപ്പിലുള്ള. ഇതിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ 2 അടുപ്പായിട്ട് വരുന്നത്. പിന്നെ ഇത് നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞ വെണ്ണീർ എടുക്കാൻ പറ്റും. ഇതിൽ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ എന്തായാലും പറയാൻ കബാബ് ഉണ്ടാക്കാനുള്ള സാധനമാണ്. അത് വെണ്ണീർ എടുക്കുന്ന സ്ഥലമാണത്. അടുത്ത് നമുക്ക് കൊണ്ടുപോയി ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇതിൽ കണ്ടോ, ഇതിൽ നമുക്ക് മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ ഈ മീൻ എപ്പോഴും ചൂടോടെ നമുക്ക് അതായത് കനലില് ഉണ്ടാവും. അപ്പൊ ഈ എല്ലാ അടുക്കള ഫുള്ള് നന്നാക്കിയപ്പോ അവർക്കൊരു പ്രീമിയം അടുപ്പും കൂടി നമ്മള് സെറ്റ് ചെയ്തു. ഈ ഇങ്ങനത്തെ അടുപ്പിന്റെ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടി? ഇങ്ങനത്തെ അടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആള് നമ്മുടെ പഴയ വീട്ടിൽ ചെയ്തായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഇതിന്റെ കുറെ മോഡൽസ് കാണിച്ചിരുന്നു. അപ്പൊ ഇതുപോലത്തെ കിച്ചൺ സെറ്റ് ചെയ്തപ്പോ നല്ലൊരു അടുപ്പും കൂടി അവരെന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു സാധനമൊക്കെ നമുക്ക് വരുന്നത് WPC ആണ്. കണ്ട മരമായിട്ടാ തോന്നുക, പക്ഷെ ഇതെല്ലാം നമ്മൾ WPC-യിലാണ്. ഇതൊന്നും വെള്ളമായി കഴിഞ്ഞാൽ പ്രശ്നമല്ല. ഇത് നമ്മൾ എടുത്ത് സ്പ്രേ പെയിന്റിൽ അടിച്ചിട്ടാണ് ഈ ഒരു കളറിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രൂ ഒക്കെ കണ്ടോ, ഇതെല്ലാം നമ്മൾ മിഷീൻ കൊണ്ട് കട്ട് ചെയ്തുണ്ടാക്കി ഈ ഒരു ടൈപ്പിലേക്ക് എടുത്താണ്. മറ്റേ പ്ലെയിൻ ആകുമ്പോൾ ഈ ഒരു വൃത്തി കിട്ടൂല. അപ്പൊ ഈ ഒരു ഗ്രൂ കൊടുത്തു. ഇതാണ് നമ്മൾ ബ്ലാക്ക് ആണ് ഉദ്ദേശിച്ചത്, ഈ നോബ്. പിന്നെ ഇതൊരു ഗോൾഡനിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഗോൾഡനിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു കർട്ടനും കൂടി കൊടുത്തിട്ടുണ്ട്. ആ കർട്ടൻ അതായത് ഇത് തന്നെ 3 ടൈപ്പ് കർട്ടനാണ്. ഈ സാധനം പിടിച്ച് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏത് തരത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെയാണ് തിരിക്കുന്നത്. അതായത് വെളിച്ചം വരുന്ന ടൈപ്പിലേക്കും നമുക്കിത് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ
അടയും. അടയും. പിന്നെ പൊക്കി വെക്കാം. പൊക്കി വെക്കാം. ഓക്കെ, അടിപൊളി. അതാണ്. പിന്നെ ഇതിലൊക്കെ കണ്ടോ, ഇതിലൊക്കെ അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് ആണ് കേട്ടോ. ഇത്രയും ഒരു സ്പേസിൽ എന്താ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വീടിന്റെ മൊത്തം സ്പൂണായാലും അതുപോലെ പേഴ്സണൽ കളേഴ്സിൽ ഇതൊക്കെ നമ്മൾ പല ടൈപ്പ് കളറിൽ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. കത്തിയൊക്കെ നോക്കൂ. കത്തിയൊക്കെ അടിപൊളിയാണല്ലോ, നല്ല അടിപൊളി കത്തിയാണ്. ഡിസൈനുള്ള കത്തിയൊക്കെ കൊറേ നോക്കി സെലക്ട് ഇതൊക്കെ ചന്തത്തിനെ പറ്റുള്ളൂ കേട്ടോ. നല്ല മൂർച്ചയാണ്. ഇത് മുറിച്ച് നോക്കിയിട്ടില്ല, കയ്യൊന്നും മുറിക്കില്ല. അതായത് ഉമ്മക്ക് പറഞ്ഞെന്താ വെച്ചാൽ ഇത് ഉമ്മക്ക് മൂർച്ച അത് മൂർച്ചല്ല എന്ന് പറയാം. കാരണം ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഇത് ഡിസൈൻ കാണുമ്പോൾ ഇത് മൂർച്ച ഉണ്ടാവില്ല, പക്ഷെ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇത് ഡിസൈനാണ്. ഇത് ഒറയാണ് വെച്ചിട്ട് ഇതുമ്പോ കൊറേ പറിക്കാനൊക്കെ നോക്കി. ഇത് ഒറയല്ല, ഇത് ഇതിന്റെ പൈന്റാണ്. ഓക്കെ, എന്നാലും ഉമ്മക്കാണ് ആദ്യമാണ് ഈ ഒരു കിച്ചൺ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. കാരണം ഇതും അതുപോലെ തന്നെ ഒരു റോ ആണ്. അത്യാവശ്യം സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടി ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് വേഗം യൂസ് ചെയ്യാൻ ഈ അടുപ്പിലേക്കും പറ്റും ആ അടുപ്പിലേക്കും പറ്റും. അതിനാണ് ഈ ഒരു റോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് തള്ളേണ്ട ആവശ്യമില്ല, തന്നെ പൊയ്ക്കോളും. അതായത് ഇങ്ങനെ വെച്ചില്ലേ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ തന്നെ പൊയ്ക്കോളും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റോ ഇത് നമ്മളെ പ്ലേറ്റുകളാണ്. ഇതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ നമുക്ക് പച്ചക്കറി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റൽ കളർ പ്ലേറ്റുകളാണ്. ഇതാണെങ്കിൽ എപ്പോഴും നിത്യന്തരം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. നിത്യന്തരം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ വെക്കണം. അത് ഇതിൽ നമ്മൾ കഴുകിയിട്ട്, ഇത് നമ്മൾ കുടിവെള്ളത്തിന്റെ പൈപ്പാണ്. ഇത് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് നമ്മൾ കുഴൽക്കിണറുള്ള പൈപ്പാണ്, ഡബിൾ സിങ്ക് ആണ്. അതായത് 2 ഇതാണ് വരുന്നത്. നമ്മളിവിടെ വലിയൊരു ഷെൽഫ് കാണുന്നുണ്ട്. ഈ ഷെൽഫിലില്ലേ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അത് തുറന്ന് അതായത് അരി വരെ പൊടി മുതൽ എല്ലാ പൊടികളും നല്ല ഒക്കെ ഇതെല്ലാം ഇവിടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താട്ടോ. എന്നോ തുടങ്ങിയിരിക്കണ്, പെര വെക്കണതിന് ഒരു കൊല്ലം മുമ്പ് ഇവിടെ തുടങ്ങിയിരിക്കണ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കണേ. ഒക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുപ്പികളാണ് ഈ ഇരിക്കണതൊക്കെ. അതായത് അതിൻ്റെതായ കുപ്പികൾ വാങ്ങി എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജ് സെറ്റപ്പാണ്. തന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരും. നമുക്ക് ഉള്ളിൽ കൈയിട്ട് എടുക്കേണ്ട ആവശ്യമല്ല, നേരെ ഇവിടുന്ന് തന്നെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ ഇതിൽ ഒതുങ്ങി കിട്ടി. ഈ കിച്ചണിൽ കയറിയ നേരം മുതലേ സസ്പെൻസ് ആണ്. നമ്മൾ വിചാരിക്കാത്ത കുറെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്? ഇനി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് വാഷിംഗ് മെഷീൻ. ഇതെവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടുകൊടുങ്ങൾ ഇവിടെ കണ്ടില്ലേ? അതന്നെ, അതായത് ഫ്രണ്ട് ലോഡാണ്. ഞാൻ ഇട്ട് തുണി അരിക്കിടുക, നമുക്ക് എന്ത് പണി അറിയാം. ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇതാകുമ്പോ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. ഓ, പിന്നെ ഇതിന്റെ അടിയിൽ വരുന്നത് കണ്ടോ, നമുക്ക് ഇതിന്റെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ മുകളിലും ഇതുപോലെ നമുക്ക് വേറൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് നമ്മുടെ വലിയ അരിപ്പാത്രങ്ങളൊക്കെ വെക്കാനാണ്. അരികള് അങ്ങനത്തെ സാധനങ്ങള്, പിന്നെ ഗ്ലാസ്, അങ്ങനെ ഇതൊരു സ്റ്റോർ റൂമാണ്. ആ സ്റ്റോർ റൂമിൽ നമ്മൾ എന്താ വെച്ചാൽ ആ ഒരു ഡിസൈൻ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു മാത്രം. അതേ ഒരു ലൈറ്റും നമ്മൾ ഇതിലേക്കൊക്കെ കൊടുത്തു. അപ്പൊ എന്താ വെച്ചാൽ ഇതിനെല്ലാം സെയിം ആയി. അപ്പൊ നമ്മൾ ഈ സൈഡ് കവർ ചെയ്തില്ലായിരുന്നു. എങ്ങനെയായിരുന്നു ഫ്രിഡ്ജ്? ഈ ഫ്രിഡ്ജ് ഇല്ലേ, ഇത് നമ്മൾ ആദ്യം ഈ അടുക്കള പണി എടുക്കുന്നതിന് മുന്നേ, അടുക്കള ജോലി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഫ്രിഡ്ജിന്റെ അളവ് എടുത്തു വന്നായിരുന്നു. എന്നിട്ട് അളവ് എടുത്തതിന് ശേഷം ഈ ഒരു സ്പേസിൽ വെച്ച് നമ്മൾ ഫ്രിഡ്ജിന്റെ അളവ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ ബാക്കിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ അടുത്ത വർക്ക് നമ്മൾ എന്താക്കി, ഓവണാണ്. ഓവണിനൊക്കെ ഒരു സ്ഥലം വേണം. അങ്ങനെ ഓവണിന് ഒരു സ്ഥലം കണ്ടു, അതിനുള്ള പോയിന്റ് വെച്ച്. മിക്സിക്ക് ഒരു സ്ഥലം കണ്ടു, അതിനുള്ള പോയിന്റ് വെച്ചു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സി ഇപ്പൊ എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ, എന്റെ ഇപ്പൊ പഴയ വീട്ടില് 4 കൊടുത്താണ് മിക്സി തിരിയുക. അതായത് ആ മിക്സി തിരിയുന്നിടത്തൊക്കെ ചുമരുമ്പോ ഒരു കറ അല്ലേ. അതായത് ഈ പ്ലഗ് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ കുത്തും, അവിടുന്ന് ഇവിടെ കുത്തും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻസ് ചെയ്യണം. ഈ നമ്മുടെ വയറിനും പ്ലഗിനും ഒക്കെ കേടാം. ഇത് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, അവിടെ മാത്രം ക്ലീൻ ചെയ്താൽ മതി. ആ മെയിൻ്റെനൻസും കുറവായി കിട്ടും. അപ്പൊ ഇതെല്ലാം നമ്മൾ ആദ്യം മൈൻഡിൽ കണ്ട ഒരു സാധനമാണ്. പിന്നെ അത്ഭുതം സസ്പെൻസ്
സാധനമുണ്ട്. അതായത് ഞാൻ ഈ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു ടേബിൾ വേണം എന്നാണ്. അപ്പൊ ഈ ഇത്രയും സ്ഥലത്തിൽ ടേബിളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു തടസ്സാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ടൈമിൽ നമ്മൾ അക്ബർക്ക് ചൂസ് ചെയ്തതാണ്. ഇതിന്റെ ഉള്ളിൽ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇല്ല. കണ്ടാ ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ വിശ്വസിച്ചേ? അതിന് ബാർ ചെയർ എടുക്കേ. എന്നാൽ ഇതിന്റെ ഉള്ളിൽ 2 ചെയർ വരുന്നുണ്ട്. 2 ചെയർസ് ഉണ്ട്. അതായത് ഈ ഒരു ടൈപ്പിന് നമ്മളിത് കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പൊ ഈ ചെയർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, അതിലിരുന്നു. അതിനുശേഷം ഞാൻ വലിക്കുന്നില്ല, ഈ വലിക്ക്. അതായത് ആർക്കും വളരെ ഈസി ആയിട്ട് സാധനം വലിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ആ ടേബിൾ എടുക്ക്. എന്ത് സുഖാലേ. ഓക്കെ, അതായത് ബാർ ചെയർ ഇരുന്നിട്ട് പോകൂലോ. അതായത് നമുക്ക് ഇനി വല്ലതും വെച്ച് നുറുക്കണമെങ്കിലോ പത്തല് പരത്തണമെങ്കിലോ ഇനി ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാണ്. അപ്പൊ എന്നിപ്പോ ഒരാൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നു. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഞാനാണെങ്കിൽ പോലും പെട്ടെന്ന് അടുക്കളയിൽ വന്നുകാണ്ട് ഇതിന് വലിക്കുക, കയറിയിരിക്കുക, ഫുഡ് കഴിക്കുക. കാരണം രാത്രി നേരം വൈകൊക്കെ വരുമ്പോ ഡൈനിങ് ഹാളിലൊന്നും പോയി കഴിച്ച് ഇരിക്കില്ലല്ലോ. അപ്പൊ കിച്ചണിൽ തന്നെ വന്നിരുന്ന് കഴിക്കുക. നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന് മാറ്റുക, ഇതിന് അതേപോലെ തന്നെ ഉന്തി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഉള്ളിൽ പോയി. അതിനുശേഷം ഈ ബാർ ചെയർ എന്താക്കുക, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇത് കണ്ട ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടെന്ന് പറയില്ല. പക്ഷെ ഒരുപാട് സ്ഥലം സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഉപയോഗമുള്ളതല്ലേ? അതെ. അതല്ല, എന്നാലും ലാസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞെട്ടിയോ ഇതൊക്കെ കണ്ടിട്ട്? എന്തിന് ഇതുണ്ടാക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു. അതോട്ട് അതിന്റെ ഐഡിയ മനസ്സിലായി. എന്താ ഐഡിയ വരാ? എന്താ ഇങ്ങനെ വലിക്കണ ഐഡിയ മനസ്സിലായി. ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ തള്ളി നിൽക്കല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എന്താക്കി ഇങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ കൊടുത്ത് നമ്മളൊരു ഇരുമ്പാട്ടോ അതിന് വൈറ്റ് പെയിന്റ് കൊടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തപ്പോ ഇതൊരു ഹൈലൈറ്റ് ആയി. ഇപ്പൊ ക്യാമറ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ, അതായത് ആ പച്ചപ്പൊന്ന് ഇങ്ങനെ കൊണ്ടുപോവാ. ഇപ്പൊ മൊത്തത്തിൽ ഇതാണ്. ഇത് മാത്രമല്ല, ഇതിന് മുകളിൽ വേറെ ആൾ ഒളിച്ചു കിടക്കണ്ടേ. ആ സാധനം കണ്ടോ, അത് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് എത്രയോ ദൂരത്തിന് സ്പേസ് ആണ്. അതായത് വലിയ ഇഡലി ചെമ്പ് അല്ലെങ്കിൽ വലിയ പാത്രങ്ങള്, ബിരിയാണി ചെമ്പൊക്കെ അതിൽ കയറ്റാം. അതിന്റെ ഉള്ളിലായിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഫാനും വെച്ച് കൊടുത്തിരുന്നത് എല്ലാം സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ശ്രദ്ധിച്ചത്. ഇതിന് കറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത ലൈറ്റ് ആണ് ഇരിക്കുന്നത്. അതായത് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇത്ര വരികയാണെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമുക്ക് പല കളറിലേക്കും ഇത് മാറ്റാൻ കഴിയാം. അപ്പൊ അതൊരു വാമിലേക്കല്ലേ നിൽക്കണേ. ഇനി വരുമ്പോ അത് വൈറ്റ്, ഒരു ചെറിയൊരു ഓഫ് വൈറ്റ് ആയി. ഇപ്പൊ പക്ക വൈറ്റ് ആയി, ഇത് ഓഫ് വൈറ്റ് ആയി. നമുക്ക് ഏത് മൂഡിലേക്കും നമുക്ക് എന്താക്കാം, മാറ്റാൻ പറ്റും. ഇതാണ് കിച്ചൺ. അസാധാരണമായ കിച്ചൺ. ഈ വീട് ഒതുക്കി വെക്കാനും ഈ അടുക്കളയ്ക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല, സുഖാണ്. ഞാൻ കേട്ടല്ലോ ഇടയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോവും, കാണാനില്ല. അത് രാവിലെ പോവും, ഞാന് എടുക്കാൻ പോകാൻ പോകും. 10 മണിയായി തിരിച്ചു വരും. രാത്രി ഇവിടെ നിൽക്കൂ. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ ഉമ്മാക്ക്? എനിക്ക് ആ ആണുങ്ങളെ ഇരിക്കേണ്ട അതിനാ ഞാൻ കിടക്കുന്നത്. അതെന്താ? ലിവിംഗ് എന്ന് പറയാറില്ല. ലിവിംഗിലാണ് ഇഷ്ടം. എന്താ അവിടെ ഇഷ്ടം? ഇത് വലിയ പേരായിട്ട് വേണല്ല, ഉറക്കല്ല, സ്ഥലം മാറി കറന്നല്ലേ. കിടക്കുമ്പോ ശീലാവും. പഴയ വീട് എന്ത് ചെയ്യും? അത് അവിടെ തന്നെ ഉണ്ടാവും. എന്റെ പിറ്റേ കാലം അതവിടെ എന്തോ കാട്ടട്ടെ, അതുവരെ അവിടെ ഉണ്ട്. ആണോ? ഈ വീടാണ് ഇഷ്ടം, ആ വീടാണ് ഇഷ്ടം? അത് അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് മോഹിച്ച് കിട്ടിയ പെരയാണ് അത്, നമുക്ക് തള്ളിക്കാരാൻ പറ്റില്ല. അപ്പൊ അതന്നെ ഇത് പിന്നുണ്ടായതല്ലേ, ആദ്യത്തെ തന്നെയാണ്. ഉമ്മ വിചാരിച്ചോ നൗഫൽ ഇത്രയും നല്ലൊരു അടിപൊളി വീടൊക്കെ വെച്ച് കേറുന്ന്? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 28ാമത്തെ വയസ്സിലൊക്കെ വിചാരിച്ചിട്ടില്ല. എന്താ ഒരു അഭിമാനം തോന്നിയില്ലേ? പിന്നെന്താ, എനിക്ക് എന്റെ മകന് അഭിമാനം തന്നെ എപ്പോഴും. ആ ഒരു എന്താ ആ ഒരു ശരിക്കും ഫീൽ ആദ്യമായിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് വേറൊരു സംഭവം ഉണ്ടേ. ഇപ്പൊ 30 രൂപക്ക് 3 വീട്ടില് അടുക്കള പണിക്ക് പോയിരുന്ന ആളാ. 30 രൂപ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ 500 രൂപ എടുത്തിട്ട് പെണ്ണിന്റെ പണിക്ക്
30 റുപ്യ പിന്നെ 50 റുപ്യ പിന്നെ 150 എന്നിട്ട് ഞാൻ 200 നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പൊ നിൽക്കുന്ന ഞാൻ 200 ഇനി ഇവിടുന്ന് ഇൻഷാല്ലാ. അതായത് ഞാനങ്ങനെയല്ല, ഞാൻ ആ 30 രൂപ ഞാൻ പെണ്ണിന് 500 രൂപ കൊടുത്തപ്പോ ഞാൻ പണ്ട് എനിക്ക് 30 കിട്ടുന്നത് 500 കൊടുക്കാറുണ്ട്. അല്ല പണ്ടത്തെ കാലല്ലേ. അത് ഞാൻ അങ്ങനെ പോകുമ്പോ ഇന്നെ അവിടെ ഒരാള് വിളിച്ചതാട്ടോ. എന്റെ ആങ്ങളാർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ എവിടേക്കും പോണത്. അവര് 3 ആള് ഗൾഫിൽ നിന്ന് എനിക്ക് 2000 3000 ഇങ്ങനെ അയച്ചു തരും. അത് നമ്മളെ സേഫ്റ്റി ആക്കി വെക്കും. മക്കൾക്ക് എന്തെങ്കിലും വേണ്ടേച്ചിട്ട് നമ്മക്ക് എന്തെങ്കിലും കിട്ടിയാ നമ്മുടെ മക്കൾക്ക്. എനിക്കൊരാളോട് 10 റുപ്യ ഇല്ലെങ്കിൽ ഇല്ലാത്ത മാതിരി ഇരിക്കും. ഞാൻ പോയി ചോദിക്കൂല. എന്റെ വീട്ടിൽ ഒരാൾ വരാനും പാടില്ല പൈസ ചോദിച്ചിട്ട്. പൈസ ചോദിച്ചിട്ടല്ല, കടാണ് നിങ്ങൾ എത്ര ആള് തരാണ്ടെന്ന് അങ്ങനെ ഒരാൾ എന്റെ വീട്ടിൽ വരാം. ഞാൻ ഇവിടെ എപ്പോഴും പറയും കടം ചോദിച്ച് ഇമ്മരപ്പടി കയറി അന്യ ഒരു ആട്ടി വിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കടം നമ്മൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരരുത്. ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പൊ നൗഫല് ഈ വീടൊക്കെ പണിത് ആദ്യമായിട്ട് ഈ വീട്ടിൽ കേറിയപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? സുഖം തോന്നി. സന്തോഷമല്ല, നമ്മളെ ഒരാള് പോയില്ലേ. പക്ഷെ ആള് കൂടെ ഉണ്ടല്ലോ അല്ലേ? ത്രൂ ഔട്ട് ഇതിന്റെ വർക്കിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിന് മാത്രല്ല. പക്ഷെ ആളുള്ള പോലെയാ. അത് ഇമോഷണലാവും. അത് പറയല്ലേ, അതൊന്നും നമ്മുടെ കണ്ണീരും കിനാവ് പോകും. ഈ കിച്ചണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? പാത്രങ്ങള് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റുന്ന അതെല്ലാം ഉമ്മമാരും പറയാറുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനല്ലോ അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്ര വലിയൊരു ഇംഗ്ലീഷ് കിച്ചണില് പാത്രം കഴുകുന്ന സ്ഥലമാണ് ഇഷ്ടം. ഈ ടേബിളൊക്കെ എല്ലാവരും ഇഷ്ടമാണ്. ഒന്നും ഇഷ്ടമല്ലാന്ന് ഞാൻ പറയില്ല. ഓക്കെ, കിച്ചണൊക്കെ പണി ചെയ്യുന്ന സമയത്ത് വീടൊക്കെ മൊത്തത്തില് ഓരോന്ന് ചെയ്യുമ്പോ നൗഫൽ ഇങ്ങനെ അഭിപ്രായമൊക്കെ ചോദിച്ചായിരുന്നു? ചോദിക്കും. എന്നിട്ട് ഉമ്മ എന്തൊക്കെ പറഞ്ഞു? അവന്റെ ഇഷ്ടം ഒക്കെ അവന്റെ ഇഷ്ടം, അവന്റെ ഭാര്യന്റെ ഇഷ്ടം. ഭാര്യനെ പറയാ നമ്മളെല്ലാരും മുതൽ ആശ്രയിച്ചത് അവരല്ലേ. ഞാൻ അതാ പറയുന്നുള്ളൂ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വന്ന് നിങ്ങളെ കാണും, ഇരിക്കും. ഇത്രത്തന്നെ അറിയുള്ളൂ. നമുക്ക് അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും. അതിൽ നമ്മള് ഇടപെടാൻ പറ്റൂലല്ലോ. ആ തള്ളാകെ പറഞ്ഞു അത് കിടന്നു. പിന്നെ നമുക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. ഇവർക്കിപ്പോ ഇപ്പത്തെ ആൾക്കാരല്ലേ, നമ്മള് പഴയ ആൾക്കാരല്ലേ. എന്തായിരിക്കണ ഒരു കുട്ടിയല്ലായിരുന്നു. പുതിയ ആൾക്കാർ ഇപ്പൊ അവരും പഴയതായല്ലേ, നമ്മളും പഴയ. പിന്നെ അവർക്കായിട്ട് ഒരു ഇതുണ്ടാവും ഇല്ലേ, ഇതേമാതിരി ഇങ്ങനെ നല്ലപോലെ ജീവിക്കണം. അങ്ങനെയൊക്കെ നല്ലപോലെ ജീവിക്കണം നിങ്ങൾക്കില്ലേ? ഉണ്ട്. പക്ഷെ അതാ ഞാൻ പറയുന്നത്, ഇന്ന റാണിയാക്കി. എനിക്ക് എവിടെയും പോകണ്ട, ഞാൻ കസാലയിൽ ഇതിങ്ങനെ 30 രൂപക്ക് വീട്ടു ജോലി എടുത്ത ആള് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കിച്ചണിൽ നിൽക്കണില്ലേ? അതെ, അതന്നെ വലിയ കാര്യല്ലേ. അതെ, സന്തോഷിപ്പിൻ. ഓരോ ടൈമാണ്, ഓരോരോ ഉണ്ടാവൂലേ, കറങ്ങി വരും അല്ലേ. ഓരോ കുണ്ടിനൊരു കയറ്റുണ്ടെന്ന് പറയില്ലേ. ഇപ്പൊ കുണ്ടിലേക്ക് പോവാം. 2 കുട്ടി സ്കൂൾക്ക് ഇല്ലാണ്ട് കരഞ്ഞു പോയ ആള് അപ്പൊ ഞാൻ പണിക്കേറി. ആളിപ്പോ ഒരു വീട് വെച്ചു. അത് വേണം, ഒരു വീട് വെച്ചു അല്ലേ. അഭിമാനം തന്നെ. പുതുവർഷത്തില് 2025 ഏറ്റവും സന്തോഷത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അത് യാത്രശ്ശേരി മൊയ്ക്കുള്ളവർക്കൊക്കെ അറിയാം, പാലക്കാട് മൊയ്ക്കുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ കാര്യങ്ങള് അത് ഭയങ്കര ഇൻസ്പിറേഷൻ അല്ലേ എല്ലാവർക്കും. പിന്നെ ഇവളുടെ കാര്യം, ഇവള് പിന്നെ ലൈഫിൽ വന്നതിന് ശേഷം ലൈഫ് തന്നെ അങ്ങനെ മാറിപ്പോയി. ഇവളും നമ്മുടെ മോള് അലേഹയും വന്നതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈഫ് തന്നെ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയി മാറി. ലക്കി അല്ലേ, ലക്കി ചാം. എന്താണ് ലക്കി ചാം എന്ന് കേൾക്കുമ്പോ തോന്നുന്നേ? സന്തോഷം. 15 ആവും കൊടുത്തു എന്നൊക്കെ കേട്ടു. എല്ലാം കൊടുത്തു, തിരിച്ചു കൊടുക്കുമല്ലേ? എല്ലാം കൊണ്ടേക്കൂലേ, നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഇപ്പൊ ഈ വീട് പണിയുമ്പോഴും കിച്ചൺ പണിയുമ്പോഴൊക്കെ കുറെ ഐഡിയാസ് ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ഇതിലും ഇൻക്ലൂഡ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, ഓള ഐഡിയ ഒന്നും ഇതല്ല, ഓളുടെ വേറെ ഐഡിയ ഒക്കെ ഞാൻ മാറ്റിയ. അതായത് നമ്മളൊരു സ്ഥലം വാങ്ങി കഴിഞ്ഞാൽ ആ സ്ഥലത്തിനനുസരിച്ചിട്ട് ഓരോ ഐഡിയകൾ ഉണ്ടാവും. പക്ഷെ ബെഡ്റൂമിൽ ഞാൻ ഓള ഐഡിയ ഒക്കെ വിട്ടുകൊടുത്ത് അത് ഓള് ചെയ്ത്. കിച്ചണിൽ കുറെ ഒക്കെ ഓള ഐഡിയ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനത്തെ ചെയ്യാൻ പറഞ്ഞതും ബാക്കിയൊക്കെ ഓള ഐഡിയ തന്നെയാണ്. പക്ഷെ
അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് പുറത്തായിരുന്നു അടുപ്പിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്ത് ഞാൻ അടുപ്പുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് കൂടിച്ചിട്ട് അത് അകത്താക്കി. അതായത് ഞാൻ പുറത്ത് അടുപ്പ് ഉണ്ടാക്കണം എന്നായിരുന്നു. അപ്പൊ അവിടെ ഇനി വീണ്ടും നമ്മൾ വാർക്കണമെങ്കിൽ വർക്ക് ചെയ്യാൻ ഉണ്ടാക്കണമെങ്കിൽ വേറെ പൈസ ആവുമെന്ന് വെച്ചിട്ട് അത് അകത്താക്കിയതാ. ഇനി ഞാൻ പുറത്തൊന്ന് വേറെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ അടുപ്പ് വേറെ ലെവലാവും. എന്താണ് ഇപ്പൊ ഇവിടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? കിച്ചൺ. എന്റെ കിച്ചണിൽ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പോന്നൊക്കെ കേട്ടു. ഞാൻ തുടങ്ങാ, ഇതിന്റെ പൈസ തിരിച്ചു പോരണ്ടേ? ഈ കുട്ടികളൊന്നും മിണ്ടാതെ അന്ന് പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇല്ലേ ചാനലിലെ വ്ളോഗ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് അത് എടുക്കുന്നത്, അതിൽ സംസാരിക്കണത് എന്നൊക്കെ. എന്നാലും പുതിയ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങാൻ പോവാന്ന് നൗഫലിങ്ങനെ അവിടെ സംസാരിക്കാൻ മുട്ടുന്നത്. അല്ല, ഇത് നിങ്ങളല്ലേ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. പറ, എന്താണ് പുതിയ കുക്കിംഗ് ചാനലില് എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? വെറൈറ്റീസ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കട്ടെ. എങ്ങനെയുണ്ട് ഉമ്മയൊക്കെ ആയിട്ടുള്ള ലൈഫ്? ഉമ്മയായി വാപ്പയായി അത് അടിപൊളിയാണ്. ഓള് കുട്ടിയില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ നേരെ ഒന്നും പോയില്ലേ, കുട്ടി ഉണ്ടായോണ്ട് ഇപ്പൊ ഒരു ദിവസം തയ്ക്കണില്ല അങ്ങനൊക്കെ.